ശബരിമല സ്വർണ്ണ കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. എൻ വിജയകുമാർ സമർപ്പിച്ച 2 ജാമ്യ ഹർജികളും കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി നൽകിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ ഒപ്പിട്ടതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമായിരുന്നു വിജയകുമാറിന്റെ മൊഴി. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പപാളി കേസിലും വിജയകുമാർ പ്രതിയാണ്. എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിലെ അംഗമായിരുന്നു വിജയകുമാർ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള എൻ വിജയകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എൻ വിജയകുമാർ സമർപ്പിച്ച 2 ജാമ്യ ഹർജികളുമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജയകുമാർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ ഈ ഒരു 2 ജാമ്യ ഹർജികളും തള്ളിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ രേഖകളിൽ ഒപ്പിട്ടതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമായിരുന്നു വിജയകുമാറിന്റെ മൊഴി. എന്തായാലും കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പപാളി കേസിലും ഒക്കെ വിജയകുമാർ പ്രതിയാണ്. എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിലെ അംഗമായിരുന്നു വിജയകുമാർ. എന്തായാലും വിജയകുമാറിന്റെ ഈ 2 ഹർജികളും ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. വിജയകുമാറിന് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ജാമ്യമില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം തള്ളിയിരിക്കുന്നത്.